അതുകൊണ്ട് പല പൂജകളും വളരെ രഹസ്യമായി ചെയ്യുന്ന പൂജകളാണ്. ഇവിടെ അത് പലപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ യക്ഷി പൂജയൊക്കെ നടന്നു. അതൊക്കെ വളരെ രഹസ്യമായി നടക്കുന്ന പൂജകളാണ്. അതൊക്കെ ആദ്യമായിട്ടാണ് ഈ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ വിധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നത്. 3.5 ലക്ഷം പേരാണ് ഇന്നലെ വന്നെന്ന് പറയുന്നത്. ഓരോ ദിവസവും ഓരോ ലക്ഷം ആൾക്കാർ കൂടി വരികയാണ്. നീലാരതിയുടെ സമയത്ത് ഒരുപാട് ദേവതകൾ നീലയുടെ തീരത്തുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഊർജത്തിന്റെ അപാരമായ ഒരു പ്രഭാവം ഉണ്ടാവും. അവിടെ സർവ്വദേവതകളുടെ സാന്നിധ്യം ഉണ്ടാവും. സനാതന സംസ്കാരത്തിലെ എല്ലാ പദ്ധതികൾക്കും എല്ലാ പരമ്പരകൾക്കും അവരെ പ്രാധാന്യമുണ്ട്. ഒന്ന് ഉയർന്നതോ ഒന്ന് താഴ്ന്നതോ അല്ല, എല്ലാം ഉയർന്നതാണ്. സപ്തനദികളുടെ പ്രതീകമാണ് ഈ ഭാരതപ്പുഴ. അവരെ നമസ്കരിച്ച് കയ്യിൽ വെള്ളം എടുത്തിട്ട് തലയിൽ ഒഴിക്കുകയും അത് അമൃത സ്നാനാണ്, ഇത് അമൃത വർഷമാണ് എന്ന് കണ്ട് നമ്മൾ സ്നാനം ചെയ്യുകയും മുങ്ങി കുളിക്കുകയും ചെയ്യാം. നമസ്തേ. മഹാമാഘ മഹോത്സവം അതിഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തരാണ് ഓരോ ദിവസവും തിരുനാവായയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. ഈ അവസരത്തിൽ ഭക്തർക്കുണ്ടാവുന്ന ചില സംശയങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എനിക്കൊപ്പം ഉള്ളത് ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടാണ്. ശ്രീനാഥ് ജി, നമസ്തേ. നമസ്കാരം. കുംഭമേള അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തരാണ് ഓരോ ദിവസവും, ലക്ഷക്കണക്കിന് ഭക്തർ. ഇന്നലെ 3.5 ലക്ഷം പേരാണ് ഇന്നലെ വന്നു എന്ന് പറയുന്നത്. ഞായറാഴ്ച 2.5 ലക്ഷം പേര്. ഓരോ ദിവസവും ഓരോ ലക്ഷം ആൾക്കാർ കൂടി വരികയാണ്. അപ്പോൾ അവസാനത്തെ ദിവസങ്ങളിലേക്കൊക്കെ എത്രത്തോളം ആൾക്കാർ 1500 ബസ് ഇന്നലെ വന്നു എന്നാണ് പറയുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ അഭൂതപൂർവമായ ഒരു ഒഴുക്കാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന ഭക്തർക്കെല്ലാം ഇപ്പം നമുക്കറിയാം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാന വേദിയുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ യാഗശാലയിൽ പുഴക്കിക്കരെ അവിടെയും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ഭക്തർക്ക് ചിലർക്കെങ്കിലും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തൊഴേണ്ട രീതി, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ഭക്തനെ എവിടെയൊക്കെ പങ്കെടുക്കാം, എന്തൊക്കെ കാണാം എന്നുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് വിവരിച്ചു തരാൻ സാധിക്കും? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് അവിടെ വരുന്ന ഒരാൾക്ക് അറിയില്ല അവരെന്താ ചെയ്യേണ്ടതെന്ന്. അവരെല്ലാവരോടും ചോദിക്കുകയാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുനാവായയെ സംബന്ധിച്ച് 3 ക്ഷേത്രങ്ങൾ, ബ്രഹ്മാവിൻ്റെയും വിഷ്ണു ശിവക്ഷേത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ തിരുനാവായ ക്ഷേത്രം നമ്മൾ പറയുന്നത് നാവാമുകുന്ദ ക്ഷേത്രമാണ്. അവിടെയാണ് ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നത്. പുഴയ്ക്ക് അക്കരെയാണ് ബ്രഹ്മാവും ശിവനും ഉള്ളത്. ഇതൊരു ട്രയാങ്കിളിലാണുള്ളത്. ഇതിൻ്റെ 3ൻ്റെയും കൂടി മധ്യസ്ഥാനത്ത്, ബിന്ദുസ്ഥാനത്താണ് നമ്മൾ ത്രിമൂർത്തിമലയിൽ നിന്ന് കൊണ്ടുവന്ന മഹാമേരു സ്ഥാപിച്ചിട്ടുള്ളത്. ആ ബിന്ദു മഹാത്രിപുരസുന്ദരിയാണ്. ത്രിമൂർത്തിമലയിലും 3 മൂർത്തികളാണ്, ഇവിടെയും 3 മൂർത്തികളാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും നമ്മൾ ആരാധന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് രാവിലെ വരികയാണെങ്കിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 2 കാര്യങ്ങൾ, ഒന്ന് സ്നാനവും, 2 വൈകുന്നേരത്തെ ആരതിയുമാണ്. അപ്പോൾ ധാരാളം പേര് പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിൽ സ്നാനം ചെയ്യാൻ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, തിരുനാവായ്ക്ക് തന്നെ വരാം. പക്ഷെ അവിടെ ഇപ്പം പാർക്കിംഗ് സൗകര്യം വളരെ കുറവായതല്ല, വാഹനങ്ങൾ ഒരുപാട് കൂടിയതുകൊണ്ട് അവിടുത്തെ പ്രാദേശികമായ വീട്ടുകാരൊക്കെ അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരേണ്ട അവസ്ഥയാണ്. അതുമാത്രമല്ല, അതിലെ വന്ന് നാവാമുകുന്ദനെ തൊഴുത് നമുക്ക് പാലം കടന്ന് അക്കരെ പോയി 2 ക്ഷേത്രങ്ങൾ ദർശിച്ച് യാഗശാലയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത് ആരതി തൊഴാം. പക്ഷെ ആരതി തൊഴുത് കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, കാരണം ഒരു 2.5 ലക്ഷം ആൾക്കാർ ആരതി കാണാനുണ്ടാകുമ്പോൾ ആരതി കഴിഞ്ഞിട്ട് അവർക്ക് ഇക്കരയ്ക്ക് വരാൻ പാലത്തിലൊരു സമയത്ത് 150-200 പേരെ കയറ്റാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 2 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും ഇക്കരെ എത്താൻ വേണ്ടിയിട്ട്, അവർക്ക് അവരെ വാഹനത്തിനെടുത്തെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പലരോടും തവനൂർ ഭാഗത്തൂടി വാഹനം വന്ന് അവിടെ പാർക്ക് ചെയ്ത് അവിടെ 2 ക്ഷേത്രങ്ങളിൽ തൊഴുത് യാഗശാലയിൽ തൊഴുത് അവിടെ സ്നാനം ചെയ്ത് ഇക്കരെ വന്ന് നാവാമുകുന്ദനെ തൊഴാം. അവിടെ 12 മണിക്ക് നട അടയ്ക്കും. അതിന് മുമ്പ് ആണെങ്കിൽ തൊഴാം. പിന്നെ വൈകുന്നേരമാണ് തുറക്കുക. അവിടെ സ്നാനത്തിന് സൗകര്യമുണ്ട്. എവിടെയാണ് സ്നാനത്തിന് സൗകര്യമുള്ളത്, അതേപോലെ തന്നെ അമ്പലത്തിനോട് ചേർന്ന് ഒരു വേദിയിൽ രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ ഇനിയിപ്പോൾ ഉള്ള ഓരോ ദിവസവും നമ്മളെ പരിപാടികളൊക്കെ നമ്മൾ ദിവസം രാവിലെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് എവിടെയാണോ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ആ സമയത്ത് പരിപാടിയിൽ പങ്കെടുക്കാം. ഇപ്പം നാഗസന്യാസിമാരൊക്കെ ധാരാളമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഇനി ഈ ആരതി സമയത്തും രാവിലത്തെ സ്നാന സമയത്തൊക്കെ ഉണ്ടാവും. രാവിലെ 8:30 മണിക്കാണ് സന്യാസികളുടെ സ്നാനം നടക്കുന്നത്.
അത് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയുള്ള കടവിലാണ് ചെയ്യുന്നത്. സന്യാസിമാരെല്ലാവരും കൂടി രാവിലെ ഗായത്രി ഗുരുകുലത്തിൻ്റെ അരുൺ പ്രഭാകരൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലത്തെ സ്നാനം. അത് കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അക്കരയോ ഇക്കരയോ എവിടെ വേണേൽ സ്നാനം ചെയ്യാം. പിന്നെ യാഗശാലയിൽ നിരന്തരം പ്രോഗ്രാം നടക്കുന്നതിന് പങ്കെടുക്കാം. വൈകുന്നേരത്തെ ആരതി. ഭക്ഷണം മുഴുവനുള്ളത് ഇക്കരയാണ്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ ഒഫീഷ്യൽസിനും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിനും ഒക്കെ ഉള്ള ഭക്ഷണമുണ്ട്. പക്ഷെ ഒരു മിനിമമാണ് അവിടെ. കാരണം അവിടെ ആകെ ഒരു സമയത്ത് ഒരു 100 പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ പബ്ലിക്കിന് മുഴുവൻ ഭക്ഷണമുള്ളത് നാവാമുകുന്ദ ക്ഷേത്രം കഴിഞ്ഞ് ഒരു 10-600 മീറ്റർ റോഡിലൂടെ നേരെ പോയാൽ അവിടെ സ്റ്റാളുകളുണ്ട്. അവിടെയാണ് പഴയടത്തിൻ്റെ ഭോജനശാല ഉള്ളത്. അവിടെ ത്രൂ ഔട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടും എപ്പോൾ പോയാലും. ഈ സൈഡിലാണ് ഭക്ഷണം മുഴുവനുള്ളത്. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ശ്രീനാഥ്ജി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കുംഭമേള എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന രൂപം നാഗസന്യാസിമാരുടെയാണ്. അപ്പോൾ 1-ാം തീയതി മുതൽ തുടക്കം മുതൽ ഇവിടെ വന്ന എല്ലാവരും ചോദിക്കുന്നതാണ് നാഗസന്യാസിമാർ എന്നാ വരിക. അപ്പോൾ എന്ന് മുതലാണ് നമുക്ക് നാഗസന്യാസിമാർ ഓൾറെഡി എത്തി തുടങ്ങി. ഇനി വരും ദിവസങ്ങളിൽ ധാരാളം പേര് എത്തിക്കൊണ്ടിരിക്കും. കാരണം 2 ട്രെയിനുകൾ ഋഷികേശിൽ നിന്നും അതുപോലെ തന്നെ വാരാണസിയിൽ നിന്നും ട്രെയിനുണ്ട്. അപ്പോൾ അതിലൊക്കെ ധാരാളം സന്യാസിമാർ വരും. ഇപ്പോഴും കുറച്ച് സന്യാസിമാരുണ്ട്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ കാണാവുന്നതാണ്. 1, 2, 3 തീയതികളിൽ നമ്മൾ ധാരാളം സന്യാസിമാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിലാണ്. അവർ ഇഷ്ടമുള്ള സമയത്ത് വരികയും ബാക്കിയുള്ള സമയത്ത് അവരുടെ ശിബിരത്തിലിരിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം നാഗസന്യാസിമാരെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് പോയി കാണാനോ അല്ലെങ്കിൽ പെരുമാറാനോ സാധിക്കില്ല. അവർ അതിൻ്റെതായ ഒരു ആത്മീയ അവസ്ഥയിലുള്ളവരാണല്ലോ. അപ്പൊ എങ്ങനെയാണ് അവരെ സമീപിക്കേണ്ടത്? അല്ല, അതിൽ ഒന്ന് സന്യാസിമാരെ ബഹുമാനിക്കാൻ പഠിക്കാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രയാഗരാജ് കുംഭമേള തന്നെ സന്യാസിമാരെടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയത് സെൽഫി എടുക്കാനാണ്. ഒരു സന്യാസിനെ കണ്ടാൽ നമസ്കരിക്കുക, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെയാണ് വേണ്ടത്. പലരും ഇത് പോകുന്നത് സെൽഫി എടുക്കാനും. അപ്പോൾ അവിടെ അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്. കാരണം അവർ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ക്രമമാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. അവിടെ സന്യാസിമാരെ ബഹുമാനിക്കുക, അവരെ സൗകര്യം നോക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അവരോട് ഈ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് അവരോട് ഒരു അനുവാദമൊക്കെ ചോദിച്ചതിന് ശേഷം, അവർ അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം അവർ അനുവദിക്കുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഇതൊക്കെ നമ്മൾ കാണിക്കേണ്ട മര്യാദകളാണ്. അപ്പം ഇടിച്ചു കയറി സന്യാസിയെ കാണുമ്പോൾ എല്ലാവരും കൂടി വരികയല്ല വേണ്ടത്. അവിടെ ആ ഒരു സംയമനം പാലിക്കുക, അവരെ നമസ്കരിക്കുക, ഉപചാരങ്ങൾ ചെയ്യുക, അവർക്ക് ദക്ഷിണ കൊടുക്കാം, അവർക്ക് ഭണ്ഡാരം ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പം അത് ഒരു ഉയർന്ന അവസ്ഥയാണ് സന്യാസം അല്ലെങ്കിൽ നാഗസന്യാസിമാർന്ന് കണ്ട് ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നീളാരതിയുടെ സമയത്ത് ഒരുപാട് ദേവതകൾ നിലയുടെ തീരത്തുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അസംഖ്യം ദേവതകൾ. കാരണം അവിടെ നടക്കുന്ന പൂജകൾ അനേകം ദേവതകളുടെ പൂജ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പ്രത്യേക സമയത്ത് എന്തുകൊണ്ടാണ് ഈ സമയം മഹാമാഗം നടത്താൻ തിരഞ്ഞെടുത്തത്? പ്രകൃതിയിൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഊർജത്തിൻ്റെ അപാരമായ ഒരു പ്രഭാവം ഉണ്ടാവും. അത് മിക്കവാറും നദീതീരങ്ങളിലാണ്. അങ്ങനെയുള്ള നദീതീരങ്ങളിൽ ആ സമയം ഋഷിമാർ കണക്കാക്കി അവിടെയാണ് എല്ലാവരും ചേരുന്നത്. അവിടെ സർവ്വദേവതകളുടെ സാന്നിധ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ബ്രഹ്മാവ് പരശുരാമൻ്റെ ഭൂമിയാണ്, നിർദ്ദേശപ്രകാരം യാഗം ചെയ്ത ഭൂമിയാണ്. അപ്പോൾ അവിടെ സ്നാനം ചെയ്യുന്നവർക്ക് തന്നെ അവരെ ജന്മജന്മാന്തരമായിട്ടുള്ള പാപങ്ങളും അവരുടെ ദുരിതങ്ങളൊക്കെ ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവേ ചെയ്താൽ തന്നെ പിതൃക്കൾക്ക് മോക്ഷസ്ഥാലിയാണ് തിരുനാവായ. അപ്പോൾ അവിടെ ഈ നടക്കുന്ന പൂജകൾ, അതുപോലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിലെ എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ടവരും അവരുടെ ശിഷ്യന്മാരടക്കം വന്ന് അവരുടേതായ സാമ്പ്രദായികമായ പൂജകളും ഉപാസനകളും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള ദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഭൂമിയിൽ ഒന്ന് വരിക, അവിടെ നിന്ന് ചവിട്ടുക, അവിടെ നിന്ന് കുളിക്കുക, സ്നാനം ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത്രയും ദേവതകളുടെ അനുഗ്രഹം നമ്മൾക്ക് അവിടെ ഉണ്ടാവും. നമുക്ക് 8:30 നമ്മൾ എത്തുകയാണെങ്കിൽ ഇപ്പോൾ സ്വാമിമാരും കൂടെ നമുക്ക് സ്നാനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശങ്ങൾ ആരും തരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ സ്നാനം ചെയ്യാൻ വയ്ക്കുന്ന ഒരു ഭക്തൻ? സ്നാനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ക്രമമില്ല. പിന്നെ ഓരോ ആൾക്കാർക്കും അവരെ ക്രമം അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പൊതുവേ സപ്തനദികളാണ്, സപ്തനദികളുടെ പ്രതീകമാണ് ഈ ഭാരതപ്പുഴ. കാരണം ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് 7 ചാലുകൾ, ഭാരതത്തിലെ 7 നദികളുടെ പ്രതീകമായ 7 ചാലുകൾ ചേർന്നാണ് വലിയൊരു നദിയായി മാറുന്നത്, ഭാരതപ്പുഴയെ മാറുന്നത്. ഇപ്പോൾ 7 നദികളുടെ സാന്നിധ്യം ഉണ്ട് അവിടെ. അപ്പോൾ ആ 7 നദികളെ സ്മരിക്കുന്ന ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു, അവരെ നമസ്കരിച്ച്
കയ്യിൽ വെള്ളം എടുത്തിട്ട് തലയിൽ ഒഴിക്കുകയും അത് അമൃത സ്നാനമാണ്, ഇത് അമൃത വർഷമാണ് എന്ന് കണ്ട് നമ്മൾ സ്നാനം ചെയ്യുകയും മുങ്ങി കുളിക്കുകയും ചെയ്യാം. പിന്നെ ഓരോ ആൾക്കാർക്കും അവരുടെ സാമ്പ്രദായികമായ രീതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ കുളിയിലൂടെ നമ്മളുടെ സപ്ത ധാതുക്കൾ, പ്രാണൻ മുതൽ പ്രാണാപാന വ്യാനോദാന സമാനന്മാർ, അതുപോലെ തന്നെ 5 പ്രാണൻ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടും. അന്ധകരണങ്ങൾ, ബാഹ്യകരണങ്ങൾ, ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സ്നാനത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എവിടേക്ക് നോക്കിയിട്ടാണ് തൊഴേണ്ടത്? ഇപ്പോൾ ഒരുപാട് പേര് വടക്കോട്ട് നോക്കി തൊഴുന്നുണ്ട്, കുറച്ച് പേര് മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കി തൊഴുന്നുണ്ട്. ശരിക്കും ഏത് ഭാഗത്തേക്കാണ് തൊഴേണ്ടത്? പൊതുവെ അർഘ്യം കൊടുക്കുന്നവരൊക്കെ സൂര്യന് ആണ് അർഘ്യം കൊടുക്കുന്നത്. സൂര്യൻ ആണ് സവിതാവ്. അപ്പോൾ ആ സൂര്യനെ നോക്കി രാവിലെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് സൂര്യനെ തർപ്പണം ചെയ്യാം, ഋഷികൾക്ക് തർപ്പണം ചെയ്യാം, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാം. അവിടെ ദേവാംഗ് തർപ്പയാമി, ദേവഗണാങ് തർപ്പയാമി, ഋഷീങ് തർപ്പയാമി, ഋഷിഗണാങ് തർപ്പയാമി, പിതൃങ് തർപ്പയാമി, പിതൃഗണാങ് തർപ്പയാമി, പിന്നെ ഗായത്രി കൊണ്ട് നമുക്ക് തർപ്പണം ചെയ്യാം. അങ്ങനെ ഋഷികൾക്കും പിതൃക്കൾക്കും നമ്മളുടെ കുലദേവതയ്ക്കും ഗ്രാമദേവതയ്ക്കൊക്കെ അവിടെ ഇരുന്ന് നമുക്ക് സ്നാനം കഴിഞ്ഞിട്ട് തർപ്പണം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം മഹാമേരുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് യാഗശാലയിൽ. അപ്പോൾ അവിടെ വരുമ്പോൾ തൊഴേണ്ട ഒരു രീതിയുണ്ടോ? മഹാമേരു ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 3 ക്ഷേത്രങ്ങളുടെ ബിന്ദു സ്ഥാനത്താണ് മഹാമേരു സ്ഥാപിച്ചിട്ടുള്ളത്. അത് മഹാത്രിപുരസുന്ദരിയാണ്. ആ മഹാത്രിപുരസുന്ദരിൻ്റെ കൂടെ 64 കോടി യോഗിനികളാണുള്ളത്. 64 കോടി യോഗിനികളുടെ പ്രഭാവം ഉണ്ട് അവിടെ. അതിന് തൊട്ട് മുമ്പിൽ മഹാത്രിപുരസുന്ദരിയെയും രാജരാജേശ്വരിയായിട്ട് മഹാത്രിപുരസുന്ദരിയും വാരാഹിയും മാതങ്കിയും ദണ്ഡിനിയും മന്ത്രിണിയും, ദേവിയുടെ സേനാനായികയാണ് വാരാഹി, മന്ത്രിയാണ് മാതങ്കി, അവർ 2 പേരുണ്ട്. അതിൻ്റെ മുമ്പിലൊരു കൃഷ്ണശീലയിൽ വേറൊരു മേരുണ്ട്. അവിടെ നമ്മൾക്ക് ആ ദേവതനെ ദർശിക്കുക എന്നുള്ളതിനെയാണ് പ്രധാനം. മഹാത്രിപുരസുന്ദരിയാണ്. നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം, ദേവീ മന്ത്രങ്ങൾ ചെല്ലാം, അതിൽ കുലദേവതേൻ്റെയും ഗ്രാമദേവതയും നമുക്ക് കാണാം. അവിടെ നമസ്കരിക്കുക എന്നുള്ളതാണ്. നല്ല തിരക്കാണ് അവിടെ. നമ്മൾ കൂടുതൽ സമയം അവിടെ നിന്ന് ലളിതാ സഹസ്രനാമം ചെയ്യാൻ നിൽക്കരുത്. അവിടെ തൊഴുക, മാറി സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് നാമങ്ങൾ ചെല്ലാവുന്നതാണ്. കാരണം അത്രയും ദേവതകളുടെ സാന്നിധ്യം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരുന്ന് ജപിക്കുമ്പം നമുക്ക് കൂടുതൽ ആ ഒരു അനുഭൂതി ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് യാഗങ്ങൾ ഓരോ ദിവസമായിട്ട് നടക്കുന്നുണ്ട്. വിവിധ വിധാനങ്ങളിൽ പെടുന്ന പൂജകളും യാഗങ്ങളുമാണ് നടക്കുന്നത്. ഇതിൽ നമ്മൾ കാണാൻ പാടാത്ത യാഗങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ രഹസ്യമായ പല പൂജകളും, അപ്പോൾ സങ്കേതം എന്നാണ് പറയുക. ഇപ്പോൾ കൗള ആചാരത്തിൽ പല പൂജകളും സങ്കേതത്തിലാണ് ചെയ്യുക. സങ്കേതത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. സങ്കേതത്തിൽ വീരന്മാരല്ലാതെ ആരെയും പ്രവേശിപ്പിക്കാറില്ല. അതുകൊണ്ട് പല പൂജകളും വളരെ രഹസ്യമായി ചെയ്യുന്ന പൂജകളാണ്. ഇവിടെ അത് പലപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ യക്ഷി പൂജയൊക്കെ നടന്നു, അതൊക്കെ വളരെ രഹസ്യമായി നടക്കുന്ന പൂജകളാണ്. അതൊക്കെ ആദ്യമായിട്ടാണ് ഈ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ വിധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നത്. മലവാരം മുതൽ ഈ ഉയർന്ന പൂജകൾ വരെ. അതിനർത്ഥം മലവാരം മോശമാണെന്നല്ല. മലവാരം എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ, ഒരുപക്ഷെ തിരുനാവായ എന്ന് പറഞ്ഞാൽ മലവാരം നീളേൻ്റെ തീരത്താണ് മലവാരം ഉണ്ടായത്. അപ്പോൾ ആ മലവാര പൂജകൾ ഉയർന്ന തലത്തിലെ പൂജകളാണ്. പക്ഷെ ആർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. ആ പൂജകൾ, അതേപോലെ തന്നെ യാഗങ്ങൾ, ധാരപ്പം നവാവരണ ശ്രീചക്ര പൂജ, അങ്ങനെ എല്ലാ തരത്തിലുള്ള താന്ത്രികമായ പൂജകൾ, വൈദികമായ പൂജകൾ, മലവാര പൂജകൾ, ഇത് മുഴുവൻ ഒരേ പ്രാധാന്യത്തോടു കൂടി അതിലേറ്റവും ശ്രേഷ്ഠന്മാരായ, ഏറ്റവും പണ്ഡിതന്മാരായ, തപസ്വികളായ ആൾക്കാർ വന്നിട്ടാണ് ചെയ്യുന്നത്. അവർ കൂട്ടമായി വന്ന് അവിടെ ഗംഭീരമായിട്ട് ചെയ്യാണ്. അപ്പം അത് ഇത്രയും പൂജകൾ ഒരുമിച്ച് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അത്രയും വലിയ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. അതുപോലെ നമുക്ക് വളരെ വിരളമായിട്ട് കാണാൻ പറ്റാത്ത അക്ഷരക്കാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കളരിയിലെ പല വിധാനങ്ങൾ, അതുപോലെ തന്നെ വളരെ ഗോപ്യമായിട്ടുള്ള വിധാനങ്ങൾ, ഇതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് വേറെ എവിടെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കാത്തതാണ്. ഇതൊക്കെ അവിടെ ഉണ്ടാവുകയും അവിടെ പങ്കെടുക്കാനും അത് ഓരോന്നും ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് സനാതന സംസ്കാരത്തിലെ എല്ലാ പദ്ധതികൾക്കും എല്ലാ പരമ്പരകൾക്കും അവരെ പ്രാധാന്യമുണ്ട്. ഒന്ന് മോശമോ ഒന്ന് നല്ലതോ ഒന്ന് മോശമല്ല, ഒന്ന് ഉയർന്നതോ ഒന്ന് താഴ്ന്നതോ അല്ല, എല്ലാം ഉയർന്നതാണ്. ആ തരത്തിൽ എല്ലാത്തിനെയും ആ റെസ്പെക്റ്റോടു കൂടി ഒരേ വേദിയിൽ ആ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇടക്കാലത്ത് നമുക്കറിയായിരുന്നു ഇപ്പോഴൊരു സനാതന സംസ്കാരം പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പം സ്പിരിച്വൽ ആണെന്നൊക്കെ ചില ആൾക്കാർ പറയുമ്പോൾ
ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വേദാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ ശ്രീവിദ്യ ആണെങ്കിൽ ഇപ്പോൾ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കും. അതായത് അതൊക്കെയാണ് നമ്മളെ ഒരു പഠനം. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതൊക്കെ ഉപാസനകളാണ്. അങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അത് മാറി അവിടെ ചാത്തൻ പൂജ നടന്നത്. ഇതേപോലെ ഇതൊക്കെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒന്നിനെ പോലും മാറ്റി നിർത്താതെ എല്ലാ സമ്പ്രദായങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഗൗരവത്തോടു കൂടി അതിഗംഭീരമായ രീതിയിൽ ആ ദേവതകളെ ആ പരമ്പരയെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ ചെയ്യാണ്. ഇത് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ല. അത്ര ഭംഗിയായ രീതിയിലാണ് അത്. ബാലാനന്ദ ഭൈരവ എന്ന് പറയുന്ന ആളാണ് ആ പൂജയുടെ കോർഡിനേഷനൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം അത് കൃത്യമായിട്ട് പഠിക്കുകയും അതിന് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവരെ കൊണ്ടുവരികയും അവിടെ പൂജയും ചെയ്യുന്നുണ്ട്. അത് വേറെ എവിടെയും കാണാത്തൊരു കാര്യമാണ്. നിരന്തരം യാഗശാലയിൽ അത്തരം രാത്രി പലപ്പോഴും അവിടെ ആരതി കഴിഞ്ഞിട്ടും രാത്രി 10 മണി വരെയും 12 മണി വരെയൊക്കെ പൂജകൾ നടക്കുന്നുണ്ട്. അതിൽ തീരെ മറ്റുള്ളവർ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവിടെ മറച്ചിട്ടാണ് ചെയ്യുന്നത് ചില ഗുരുതികളൊക്കെ. ബാക്കിയുള്ളതൊക്കെ അക്ഷരക്കാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഈ പൂജയുടെ ഭാഗമാകാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നവരൊക്കെ അവിടെ വന്ന് നേരിട്ട് അതിൽ ഭാഗവാക്കാവുക, കാണുക, പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ UK എന്നൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമാവണം എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ വഴിപാടുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും അത് മഹാമാഗം നമ്മളുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുവഴി മാത്രം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധയപ്പെട്ടത് ഇതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. പോക്കറ്റ് അടികൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും ജനങ്ങൾ കൂടുമ്പം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കാര്യത്തിന് എനിക്ക് ആൾക്കാരുടെ ശ്രദ്ധ അതിലൊക്കെയാണ്. അതേപോലെ ഓരോ വ്യക്തികളും ഓരോ വിഭാഗങ്ങളും QR കോഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ QR കോഡൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് അവിടെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം വഴിപാട് ബുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വരുന്ന പേരെന്താണ്, അത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, യഥാർത്ഥമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാടെണ്ണം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. പല പേരിൽ വ്യക്തികളുടെ പേരിലാണ് QR കോഡ് കാണുന്നത്. കാരണം QR കോഡ് മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വഴിപാട് ബുക്ക് ചെയ്യുന്നവർ എല്ലാവരും വഴിപാട് ബുക്ക് ചെയ്യണം. കാരണം ഇത്രയും വലിയൊരു പരിപാടി നടപ്പിലാകാൻ ഒരുപാട് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പിക്കണം. അപ്പോൾ എന്തായാലും പ്രേക്ഷകരുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നമസ്കാരം.